ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂർത്തി വാട്ടി ദാൽന ഖമണിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പേര് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാ സാധനവും നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്നാക്സോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കണേ, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് ആരുടെയൊക്കെ വീട്ടിലില്ലാത്ത എല്ലാവരുടെയും വീട്ടിൽ നോർമലി ആയിട്ട് എല്ലായിടത്തും കിട്ടും കേട്ടോ. നമ്മൾ നോർമലി പരിപ്പോടെ ഉണ്ടാക്കത്തില്ലേ, ആ കടലപ്പരിപ്പാണ് കേട്ടോ. 250 ml കപ്പിന് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കപ്പോ ഗ്ലാസ്സോ എടുത്താൽ മതി. നന്നായിട്ട് 3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂറത്തേക്ക് കുതിർത്തി വെക്കുക. അപ്പോൾ കുതിർന്ന് നമുക്ക് എങ്ങനെ അറിയുന്നത്? ഒരെണ്ണം എടുത്തിങ്ങനെ പൊട്ടിച്ച് വെക്കുകയാണെങ്കിൽ 2ആയിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനി ആ വെള്ളം നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്കാണെങ്കിൽ പകുതി ക്വാണ്ടിറ്റി നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. മിക്സി ജാറിലോട്ട് 4 ടേബിൾ സ്പൂൺ നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അരേണ്ട, ഒരു ചെറുതായിട്ടൊരു തരി വേണം കേട്ടോ. പരിപ്പുഴ അത്രയും നമ്മൾ അരയ്ക്കത്തില്ല, അപ്പോൾ അതനുസരിച്ച് വേണേ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് അരച്ചൊരു മിക്സിംഗ് ബൗളിൽ മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുതിർത്തി വെച്ച് വെള്ളമില്ലേ, അതെടുക്കണ്ട കേട്ടോ. അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് വെള്ളം നമുക്ക് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മിക്സിംഗ് ബൗൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും അരമുറി നാരങ്ങയുടെ നീരും കൂടി ഇട്ട് ഒരു ഡയറക്ഷനിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതുപോലെ തന്നെ മിക്സാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എപ്പോൾ വരെ നമുക്ക് തോന്നും ഒരു ലൈറ്റ് കളറായി ഇരിക്കുന്നു, അല്ലെങ്കിൽ നല്ലതായിട്ട് ഫ്ലഫി ആയി വരെ. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യത്തേലും ലൈറ്റ് കളറായിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ചിട്ട് നമുക്ക് ചൂടുള്ള സ്ഥലത്ത് നമുക്ക് വെച്ചെടുക്കും. ഇവിടെ തണുപ്പുള്ള സ്ഥലമായ, ഇപ്പോൾ തണുപ്പായ കാരണം കൊണ്ട് ഞാനൊരു 12 മണിക്കൂറത്തേക്ക് ഞാൻ സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ താമസിക്കുന്നിടത്ത് ചൂടാണെങ്കിൽ ഒരു 10 മണിക്കൂറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ ഫെർമെൻറ്റേഷന്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ റെഡിയായി കഴിയുമ്പോൾ ഇനി നമുക്കാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എണ്ണ, പീനട്ട് ഓയിൽ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയി. ഇപ്പോൾ നിങ്ങളുടെ ഇത് ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ, അതിൻ്റെ പകരം വേറെ ഏതെങ്കിലും എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ബാറ്ററി ഇപ്പോൾ തിക്കല്ലേ, അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു മീഡിയം തിക്ക് ബാറ്റർ, നമ്മുടെ ഇഡ്ഡലിയുടെ മാവൊക്കെ വരത്തില്ല, അപ്പോൾ അത്രയും മീഡിയം തിക്ക് ബാറ്ററി വേണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് പറ്റത്തില്ലല്ലോ. ഏത് പ്ലേറ്റിൽ നമ്മൾ ഇത് സ്റ്റീം ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് എത്ര കൊള്ളുന്നത് വെച്ചാൽ അത്ര എടുക്കും. അതായത് ഞാൻ ഈ തവിയും കൊണ്ട് 4 തവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിൽ നമ്മൾ സെറ്റാക്കുന്നത് വെച്ചാൽ ഓയിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. പിന്നെ ഇഡ്ഡലി തട്ടുന്ന ഞാൻ വെള്ളം വെച്ചേക്കുന്നത് കേട്ടോ ചൂടാവാനായിട്ട്. വെള്ളം തിളച്ചതിന് ശേഷമേ നമ്മളിതിനകത്ത് ഈനോ ആഡ് ചെയ്യുകയുള്ളൂ. ഈനോ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം കേട്ടോ. ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇതെല്ലാം താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടത്തില്ല. 1 ടീസ്പൂൺ ഈനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈനോ ആക്ടിവേറ്റ് ആവാനായിട്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഒഴിച്ച് നമുക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിൽ 20 തൊട്ട് 25 മിനിറ്റേക്ക് സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ അഥവാ നിങ്ങളുടെ ഈനോ ഇല്ലെങ്കിൽ അതിൻ്റെ പകരം ബേക്കിംഗ് സോഡയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡയാണെങ്കിൽ ഈനോ ആണെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേത് കണ്ടില്ലേ, ഒരു ടൂത്ത് പിക്കോ സ്ക്വയറോ കൊണ്ട് നമുക്ക് കുത്തി വെക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതായിട്ടുണ്ടെന്നാൽ അപ്പോൾ അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്രീൻ ചട്നിയുടെ വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി 5-6 പച്ചമുളകും പിന്നെ ഒരു ബാച്ച് നിറച്ച് മല്ലിയിലയും, പിന്നെ നമ്മൾ ഈ ഡോക്കള റെഡിയാക്കില്ല അതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ സൈഡ് പീസൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 പീസ് അതും, പിന്നെ ബ്ലാക്ക് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നമ്മൾ നോർമൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് ഇതിൻ്റെ ചട്ടി റെഡിയാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഭയങ്കര തിക്കാണ്. ഇതിപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് മീഡിയം തിക്കാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡോക്കളൊക്കെ തണുത്തെല്ലാം സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല സ്പഞ്ചി ആയിട്ട് നല്ല അടിപൊളി ഡോക്കള നമ്മൾ റെഡിയാക്കി കണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. അത് നമുക്ക് ഇതിന് വേണ്ടി തടുക്ക റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ 2 പാത്രം റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 2 പാത്രം ഞാൻ ഇതുപോലെ മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു തടക്കാപ്പേനകത്ത് ഒരു 5-6 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ കപ്പലണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചെറിയ കടുക് കിട്ടും കേട്ടോ. അവിടെ ഇതുപോലെ ഇതിന് വേണ്ടിയായിട്ട് പ്രത്യേകം കിട്ടുന്നത് നിങ്ങളുടെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്താൽ മതി. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഒരു 5-6 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തടുക്ക നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ വെതറി കൊടുക്കുക. അങ്ങനെ നമ്മുടെ വാട്ടി ദാൽന ഖമൺ നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളല്ലേ, നല്ല സിമ്പിൾ റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.